അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പാലക്കാട് നഗരസഭയുടെ ഭരണം പോകും. ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു വേളം? ഇത്തവണ തെരഞ്ഞെടുപ്പ് സെലക്ഷൻ ആയിരുന്നു അതോ ഇലക്ഷൻ ആയിരുന്നു? അല്ല, ധാരാളം പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള നോമിനേഷൻസ്. ഇപ്പം ഇന്നലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ, 3 ജില്ലകളിലേക്കുമുള്ള നോമിനേഷൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു. അല്ല, അതായത് പുറത്തുനിന്ന് വിമർശിക്കുന്നതിന് പകരം സംഘടനക്കകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പാർട്ടികളും ഇത്രയും എക്സസൈസ് നടത്താറില്ല. കോൺഗ്രസ് നേരെ എന്താ ചെയ്യുന്നത്, അവർ നോമിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ താഴെ തലത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തി ഒരു കൺസെൻസസിലെത്തുകയാണ്. അപ്പോൾ ഓരോ ജില്ലകളും അവരവരുടെ ജില്ലയിലെ ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. ഞങ്ങൾ സ്റ്റേറ്റിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് ചിന്തിക്കുമ്പോൾ മൊത്തത്തിലുള്ള 30 ജില്ലകളെയും കൂടിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അപ്പോൾ ഈ സാമുദായിക പരിഗണനകൾ വേണ്ടിവരും, വനിതാ പ്രാതിനിധ്യം വേണ്ടി വരും, യൂത്ത്സിൻ്റെ പ്രാതിനിധ്യം വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില മാറ്റങ്ങൾ വരുന്നത്. അല്ല, അതിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് സെൻട്രൽ പാർട്ടി നടത്തുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഇപ്പം ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്റ്റേറ്റ് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോൾ സെൻട്രൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അതൊന്നും ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേസ് വരുമ്പോഴും കേസ് വരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കേസ് മാറുകയാണെങ്കിലും എനിക്കറിയില്ല, കേസ് തുടരുകയാണെങ്കിലും എനിക്കിപ്പോൾ അത് പറയാനുള്ള ഞാൻ അതിൻ്റെ ശേഷിയില്ലാത്തതാണ്. പാലക്കാട് നഗരസഭയുടെ ഭരണം പോകും. ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു വേളം അല്ലേ? ഏതാര്? അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല? ഈ പാലവീണ ജയിത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണ് പോയാൽ ജയിത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? അല്ല, അത് അങ്ങനെ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ പാലക്കാട് ഒരു പരീക്ഷണം നടത്തിയ ജയിക്കുമെന്നല്ലാതെ തോക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് സത്യമാണ്. പക്ഷേ അത് സന്ദീപ് വാര്യർ അവിടെ നിന്ന് പോയത് എഫക്ട് ചെയ്തല്ലേ? അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് അവർ പറയട്ടെ. അല്ല, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. കൃഷ്ണകുമാറിന്റെ അമിതമായ ഇടപെടലും സ്വാധീനമാണ് പാലക്കാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നല്ലോ. ഒന്നുമില്ല സാറേ, ഒരാൾക്കും അവിഹിതമായി ഇടപെടാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിടിച്ച് 30 പേരെ എനിക്ക് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആർക്കും പറ്റില്ല. സാധാരണഗതിയിൽ ഇപ്പൊ നേരിടുന്ന ഇതിപ്പോ നമ്മൾ നേരത്തെ ഒരു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പിറ്റേ ദിവസം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവാന്ന് പറയാൻ അസ്വാഭാവികതയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിറ്റേ ദിവസം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആവാന്ന് പറയുന്നത് അസ്വാഭാവികത. അത്തരം ഒരു അസ്വാഭാവികത പാലക്കാട് സംഭവിച്ചു എന്നാണ് അവിടുത്തെ കൗൺസിലർമാർ. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി. അപ്പം നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? വയനാട് ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി ആയി. എന്തായിരുന്നു അയാളതിന് മുമ്പ്? അയാളെന്തായിരുന്നു മുമ്പ്? അല്ല, അതിന് ശേഷം ഇതിലെന്തിരിക്കുന്നു? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലോവർ ഏജ് ലിമിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട്. നിരവധി നേതാക്കൾ മുസ്ലിങ്ങളായിട്ട് BJPയിലുണ്ട്. അടുത്ത പുനഃസംഘടനയാവുമ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മത്സരം ഇല്ലെന്ന് എവിടെ ഈ മത്സരം? മത്സരമൊക്കെ പത്രത്താളുകളിലേ ഉള്ളൂ, ഞങ്ങൾക്കിടയിലില്ല. ഇല്ല, അങ്ങനെ BDJSന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ NDA ചേർന്നത്. അത് BDJS അത്തരം തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകൾ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും NDA വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. അല്ല, അതിപ്പോൾ ജില്ലകൾ പറയുമല്ലോ, ജില്ലകളിലായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ വസ്തുത. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അനീഷും പുറത്താക്കിയതല്ല, ആളും മാറുന്നു. സംസ്ഥാന ഓഫീസ് പണിതിട്ടുണ്ടേ, ഉദ്ഘാടനം കഴിച്ചിട്ടില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്.
അക്കങ്ങൾ മാറും എങ്ങനെ സ്ഥിതി? അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാം ഓഫീസിൻ്റെ കാര്യം അന്ധവിശ്വാസം. ഓക്കെ, അല്ല, അത് പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യ, പിന്നെ ബൂത്തുകളുടെ എണ്ണം, ഇതെല്ലാം ആവറേജ് നോക്കിയിട്ടാണ്. പിന്നെ ജിയോളജി, ഇത് ഭൗമശാസ്ത്രപരമായ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. അദ്ദേഹം നല്ല എം പി ആണെന്ന് ഇവിടെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മേയറൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങൾ വിലയിരുത്തൽ എന്തിനാണ് തെറ്റുന്നത്? എതിരാളികൾ തന്നെ സമ്മതിക്കല്ല. സുനിൽകുമാർ പിന്നെ അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നില്ലേ? ഈ കേസ് നമ്മുടെ പത്തനംതിട്ട ആറ്റിങ്ങൽ ഇടുക്കി നോർത്തിലൊക്കെ നമ്മുടെ ജില്ലാ അധ്യക്ഷന്മാരെ നിയമിക്കുന്നത് വൈകുന്നത് സ്വാഭാവികമായിട്ട് അതിൽ മറ്റേതെങ്കിലും ഇല്ല, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. കുറച്ചുകൂടി പരിശോധന വേണം തോന്നിയതുകൊണ്ട്. അവിടെ മാത്രം അങ്ങനെ ഒരു അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ പല ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ജില്ലാ പ്രസിഡന്റുമാരെ മൊത്തത്തിൽ തീരുമാനിക്കുന്നത്. അത് വൈകില്ല, അധികം വൈകില്ല. നിലവിലെ ഒഴിയുന്ന ജില്ലാ പ്രസിഡന്റുമാർക്ക് അതുപോലെ തന്നെ പുതിയ സ്ഥാനങ്ങൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് BJP. ആക്കത്തൊള്ളായിരം വക്താക്കൾ ജനറൽ സെക്രട്ടറി ആവുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് മറന്നുപോയി. നിങ്ങളിങ്ങനെ ഓരോന്ന് അടിച്ചു വിടുക, ആൾക്കാരെ എന്നിട്ട് കുഴിയിലിറക്കും. കാക്കത്തൊള്ളായിരം വക്താക്കളുണ്ട് KPCC. പിന്നല്ല, BJPയിലെ ഒരു സംസ്ഥാന അല്ല, അദ്ദേഹം BJPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. BJPക്ക് 300 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. കോൺഗ്രസ് അത്ര വിഡ്ഢികളൊന്നും അല്ലല്ലോ. മതിയല്ലോ, ഇന്നത്തേക്കായില്ലേ? അവിടെ അല്ല, അവിടെ അതിൽ പങ്കെടുക്കണം. നിങ്ങൾ ഇത് കേട്ടിട്ട് പോയപ്പോൾ അതിൽ പങ്കെടുക്കണം. അവിടെയാണ് ചടങ്ങ്. ഓഫീസിൽ